തിരുവനന്തപുരം നെടുമങ്ങാട് തെരുവുനായ ആക്രമണം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്ക് കടിയേറ്റു. റോഡിലൂടെ നടന്നുപോയ വിദ്യാർത്ഥികളെ ആണ് നായ ആക്രമിച്ചത്. കടിയേറ്റവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മീര മനോഹരനുണ്ട് തിരുവനന്തപുരത്തു നിന്നും. മീര, ഇത്തരം ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തുന്നത് തന്നെയാണ്. ഓരോ ഇടങ്ങളിൽ നിന്നും ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, പരിഹാരമില്ലാത്തതായി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു വസ്തുതയായി നിലനിൽക്കുന്നത്. ഈ നെടുമങ്ങാടത്തെ തെരുവുനായ ആക്രമണം അത് എത്തരത്തിലായിരുന്നു? എന്താണ് അതിനെപ്പറ്റി പുറത്തേക്കെത്തുന്ന വിവരങ്ങൾ? തീർച്ചയായും സംഗീത, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്നാലും തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ആനാട് ഭാഗത്താണ് ഇത്തരത്തിൽ ഇന്ന് 5 പേരെ തെരുവുനായ ആക്രമിച്ചത്. അതിൽ തന്നെ 3 വിദ്യാർത്ഥികളും 2 വീട്ടമ്മമാരെയുമാണ് ആക്രമിച്ചത്. ഈ കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ആ വഴിയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, യൂണിഫോം ഉൾപ്പെടെ ബാഗ് ഉൾപ്പെടെ ഇട്ടുകൊണ്ട് കുട്ടികൾ പോകുന്ന വഴിയിലായിരുന്നു ഈ തെരുവുനായ ആക്രമണം. 2 വീട്ടമ്മമാരെ അവർ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു ബസ് സ്റ്റാൻഡിൽ. അവിടത്തേക്ക് ഈ കുട്ടികളെ ആക്രമിച്ച ശേഷം തെരുവുനായ അങ്ങോട്ട് നീങ്ങുകയും അവരെയും ആക്രമിക്കുകയായിരുന്നു. എന്തായാലും ഈ പരിക്കേറ്റ എല്ലാവരും പ്രാഥമികമായി ചികിത്സ തേടിയിട്ടുണ്ട്. ചിലർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഇന്നലെ ഉൾപ്പെടെ ഇതേ നായ ഒരു 6 വയസ്സുകാരനെ ആക്രമിച്ച ഒരു വാർത്തയും ഉണ്ടായിരുന്നു. എന്തായാലും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള തെരുവുനായയുടെ ശല്യത്തിന്റെ വാർത്തകൾ കൂടി വരുമ്പോഴും ആക്രമണങ്ങൾ കൂടി വരുമ്പോഴും അതിനൊരു പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ 5 പേർക്ക്, അതായത് 3 കുട്ടികളും 2 വീട്ടമ്മമാരും ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ തന്നെ കുട്ടികൾ, ഈ കോളേജ് വിദ്യാർത്ഥികളുമുണ്ട്, അതിലെ 2 വീട്ടമ്മമാരും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിനൊരു പരിഹാരമാണ് ഇത്രയും വേഗം വേണ്ടി. ഈ സ്ഥലത്ത് രൂക്ഷമായി തെരുവുനായ തീർച്ചയായും മീര, അത് തന്നെയാണ് പരിഹാരമാണ് ആവശ്യം. നമ്മൾ വീണ്ടും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. മീര മനോഹരനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.